അല്ല, നാട്ടുകാരുടെ ആവശ്യങ്ങളാണ് എല്ലാ കാലത്തും നമ്മൾ സ്വീകരിക്കുക. ഏത് നാട്ടുകാരായാലും നമ്മുടെ എന്താ പറയുക, ഒരു പിൻബലം, ഒരു നട്ടല് എന്ന് പറയുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ. ആ നിലക്കാണ് ഇവിടെ ബേപ്പൂരിൽ നിന്ന് പല ഭാഗത്തു നിങ്ങളൊന്ന് വരണം, സംസാരിക്കണം, നോക്കണം, കേൾക്കണം എന്ന് പറഞ്ഞു. ഒന്നും സത്യത്തിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത് വളരെ പിന്നോക്കാവസ്ഥ, ആരോഗ്യ മേഖലയിലായാലും വോട്ടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒന്നും നടക്കാത്തൊരു മണ്ഡലം. ഒരു സർക്കാർ കോളേജ് പോലും ഇല്ലാത്ത കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിലൊരു മണ്ഡലമാണ് ബേപ്പൂർ. ഇത്രയും 45-50 വർഷം CPM MLA, കഴിഞ്ഞ 10 വർഷമായ കിഫ്ബി ഫണ്ടുകൾ, മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി കഴിഞ്ഞ 4.25 വർഷം, എന്നിട്ട് പോലും ഈ കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി, ആരോഗ്യരംഗം അത്രയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത 23 കോടി രൂപ ചെലവഴിച്ച താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. രോഗികൾ ഒരു സ്ഥലത്തേക്കും പോകാൻ കഴിയാത്ത പ്രൈവറ്റ് ആശുപത്രിയെ എന്താ പറയുക പോയി നിൽക്കേണ്ട ഗതികളിലെത്തി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഒക്കെ ഈ പറയുന്ന എല്ലാം ആകാശത്ത് കൂടെയുള്ള എന്താ പറയാ മറിമായങ്ങൾ, വിസ്മയങ്ങൾ, അത് സൃഷ്ടിച്ച് ആളുകളെ എന്താ പറയാ മാനസികമായി മറ്റൊന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രവർത്തനത്തിലപ്പുറം ഒരു നാടിൻ്റെ അടിസ്ഥാനപരമായ വികസന മേഖലയിൽ ഇപ്പൊ ബേപ്പൂർ പോർട്ടുമായി ബന്ധപ്പെട്ട സമരത്തിനാണ് വന്നത്. നമുക്കറിയാം 1400-ൽ എന്താ പറയുക സ്പോട്ട് ചെയ്യപ്പെട്ട പോർട്ടാണ് ഈ പറയുന്ന ബേപ്പൂർ. പക്ഷേ കോഴിക്കോടിന്റെ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഈ ബേപ്പൂർ പ്രദേശം, ആ പോർട്ടിൽ 10 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട്, കച്ചവടം നഷ്ടപ്പെട്ട് അനാഥമായി കിടക്കുക. പരിഹരിക്കാൻ കഴിയുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ടായി, ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അങ്ങനെ ഏത് രംഗം എടുത്തു നോക്കി ടൂറിസത്തിന്റെ ഈ പറയുന്ന മറിമായം ഒഴികെ അടിസ്ഥാനപരമായ ഒരു മണ്ഡലത്തിനുണ്ടാകേണ്ട ഒരു കാര്യങ്ങളും പൂർത്തിയായി. ഇവിടുത്തെ ടൈൽ ഫാക്ടറികൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ്. ഒരു തൊഴിൽ സ്ഥാപനവും പുതുതായിട്ട് വന്നിട്ടില്ല, ഉള്ളത് പൂട്ടിക്കിടക്കുന്നു. ഇതിലൊന്നും ഈ പറയപ്പെടുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അല്ല, പോരാട്ടത്തിൽ ഞാൻ അന്നേ പറഞ്ഞതാണ്. ഞാൻ 2 കാര്യമാണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. ഒന്ന് പിണറായിസം. ആ പിണറായിസം എന്താണ് എന്നത് വളരെ ക്ലിയർ ആണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബാധിപത്യവും ഈ ഏകാധിപത്യവും ഈ സ്വേച്ഛാധിപത്യവും ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൻ്റെ വഴുതിക്കുള്ളിൽ കാൽച്ചുവട്ടിൽ ചവിട്ടി നിർത്തി താൻ ഉദ്ദേശിക്കുന്നത് മാത്രം നടപ്പിലാക്കുന്ന പ്രക്രിയയുടെ പേരാണ് പിണറായിസം. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അതിന് പ്രതികരണമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എന്താ പറയുക ഈ രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ലീഡർമാരും പരമാവധി സൈഡ് ലൈൻ ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് ആ മരുമോനിസം ഇവിടെ പ്രതിഫലിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മരുമോനിസത്തിനെതിരെ ഞാൻ മത്സരിക്കുമെന്ന് പറഞ്ഞു. സ്റ്റിൽ ഇറ്റ് ഈസ് പെൻഡിങ്. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. അത് ഔദ്യോഗികമായി പറയുമ്പോഴല്ലേ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മത്സരിച്ച് ജയിക്കുക എന്നതിലപ്പുറം ഈ വിഷയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും അതിന് നേതൃത്വം നൽകിയവരെ തോൽപ്പിക്കുകയും ചെയ്യണം. ജനാധിപത്യ മതേതര കേരളത്തിന്റെ ക്യാൻസറാണ് ഈ പറയുന്ന പിണറായിസവും മരുമോനിസവും. ആ ക്യാൻസർ വലിയ അപകടത്തിലേക്ക് നാടിനെ കൊണ്ടുപോകും. നിങ്ങളൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. കേരളം കണ്ടിട്ടില്ലാത്ത വർഗീയത ഒരു മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെയും വായിൽ നിന്ന് പച്ചയായി വരികയാണ്. അത് ഇവിടെ അവസാനിക്കണം. ഇവിടെ മതേതര കേരളം നിലനിൽക്കണം. കേരളം ഒട്ടാകെ UDF പിടിക്കാൻ പോവുക. ആ കൂട്ടത്തിൽ ആദ്യം പിടിക്കുന്ന സ്ഥലം ബേപ്പൂരായിരിക്കും. എങ്ങനെ അങ്ങനെയല്ല, എനിക്ക് പരമാവധി മണ്ഡലങ്ങളിൽ പോയി UDF-ന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം സാധ്യമാകുമോ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ പരിഗണന ഇവിടെ ഉണ്ടാവും. അല്ല, UDF ഞാനത് വളരെ വ്യക്തമാക്കിയ UDF ലീഡർഷിപ്പ് പറയുന്നത് എന്ത് എന്താ പറയുക നിലപാടും എന്ത് പ്രവൃത്തിയും പിണറായി അധികാരത്തിൽ നിന്ന് ഇറക്കാൻ ഞാൻ അതിനോടൊപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞാണ്. സ്വാഭാവികമായിട്ടും UDF ലീഡർഷിപ്പിന്റെ
അത്തരത്തിലുള്ള എല്ലാ കൽപ്പനകളും ബാധ്യസ്ഥനാണ് ഏറ്റെടുക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.